ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബയ്യിന ആയത്ത് നമ്പർ 8. വിവരണം 8. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ذلك لمن خشي ربه. അവരുടെ നാഥന്റെ അടുത്ത് അവർക്കുള്ള പ്രതിഫലം സ്ഥിരവാസത്തിന്റെ സ്വർഗീയാരാമങ്ങളാണ്. അവയുടെ തായ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവയിൽ എക്കാലവും സ്ഥിരവാസികളായ നിലയിലായിരിക്കും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. തന്റെ നാഥനെ ഭയപ്പെട്ടവനുള്ളതാണ് അത്. 8-ാമത്തെ ആയത്ത് ആണ് നമ്മൾ വിവരിച്ച് വരുന്നത്. അതിലെ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടണമെങ്കിൽ നാം എപ്രകാരമുള്ളവരായിരിക്കണം എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വിവരണങ്ങളിലൂടെ നമ്മൾ കേട്ടത്. നമുക്കിങ്ങനെ നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടാം, ആ ഭാഗമാണ് നമ്മളിനി ചർച്ച ചെയ്യേണ്ടത്. ഏതാനും ചില ഹദീസുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നമുക്ക് നമ്മുടെ റബ്ബിനെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. അതായത് അള്ളാഹു എന്റെ റബ്ബും ഞാൻ അവന്റെ അബ്ദുമാണ്, അടിമയുമാണ് എന്ന ബോധം നമുക്ക് നിലനിർത്താൻ കഴിയണം. ആ ഒരു ബോധം നിലനിർത്താൻ കഴിയുമ്പോൾ എന്റെ റബ്ബ് അള്ളാഹു ആണ്, ഞാൻ അവന്റെ അടിമയാണ്, അബ്ദാണ്, ഈ ഒരു ബോധം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും റബ്ബായ അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ വിധികളെ തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ കൽപ്പനകളെ തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക എന്ന കാര്യത്തെ തൃപ്തിപ്പെടാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ കഴിയും. വിശ്വാസിക്ക് മാത്രമേ, മുഅ്മിന് മാത്രമേ അങ്ങനെയൊരു സാഹചര്യം അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളെയും, അത് പ്രതിസന്ധി ഘട്ടമാകട്ടെ, അത് അനുകൂലമായ സാഹചര്യങ്ങളുടെ ഘട്ടമാകട്ടെ, വിശ്വാസി തുറന്ന മനസ്സോടുകൂടി, സംതൃപ്തമായ മനസ്സോടുകൂടി ഇതെന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയതാണ് എന്ന വിശ്വാസത്തോടെ അതിനെ നേരിടുകയും എന്നിട്ട് തനിക്ക് എല്ലാറ്റിനെയും അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുന്നവനായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസ്വാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബതുഹു ളറാഉ സ്വബറ ഫകാന ഖൈറൻ ലഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വിശ്വാസിയുടെ കാര്യം അത്ഭുതാവഹം. റസൂലുള്ളാഹി പറയാണ്, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അവന്റെ സകല കാര്യങ്ങളും, ജീവിതം മുഴുവൻ ഖൈറാണെന്ന, ഖൈറാക്കി തീർക്കുന്നവനാ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാൻ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ സാധിക്കില്ല. ഇൻ അസ്വാബതുഹു സറാഉ ശകറ, അവന് സന്തോഷം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന, അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അഹങ്കരിക്കുകയോ അവൻ മതിമറന്ന് ചിന്തിക്കുകയോ ചെയ്യുകയില്ല. ശകറ, ശുക്റിന്റെ നിലപാട് സ്വീകരിക്കുന്നവനായിരിക്കും, നന്ദി പ്രകടിപ്പിക്കുന്നവനായിരിക്കും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ ഈ അനുകൂലമായ സാഹചര്യത്തെ ഖൈറാക്കുന്നവനാണ്. നോക്കണം, അനുകൂലമായ സാഹചര്യം നമുക്ക് ഷർറായി തീരും എപ്പോൾ? നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മതിമറന്ന് അഹങ്കരിച്ച് ധിക്കരിച്ച് നടക്കുന്ന ഒരാളായി തീരുമ്പോൾ ആ അനുകൂലമായ സാഹചര്യം നമുക്ക് ഷർറായി തീരുന്നു എന്നുള്ളതാണ്. വിശ്വാസം എന്ത് ചെയ്യുന്നു? ഇതെന്റെ റബ്ബ് എനിക്ക് വിധിച്ചിട്ടുള്ളതാണ്, അവൻ കണക്കാക്കിയിട്ടുള്ളതാണ്, അവൻ നൽകിയ അനുഗ്രഹമാണ്, അതിന് ഞാൻ അവന് നന്ദി പ്രകടിപ്പിക്കുന്നു, ഞാൻ അഹങ്കരിക്കുന്നില്ല. അപ്പോൾ ആ അനുകൂലമായ സാഹചര്യം അവന് ഖൈറായി തീരുന്നു. വൈൻ അസ്വാബതുഹു ളറാഉ
സ്വബറ ഫകാന ഖൈറൻ ലഹു. പിന്നെ വിശ്വാസി സാഹചര്യം, ദുഃഖം നൽകുന്ന, പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അവിടെ ക്ഷമയുടെ സ്വബറിന്റെ നിലപാട് സ്വീകരിക്കുന്നവനായിരിക്കും. മറ്റൊരു ദുശ്ചിന്തയും അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളെ സ്വബർ എന്ന ആയുധത്തോടുകൂടി നേരിട്ടപ്പോൾ, അഭിമുഖീകരിച്ചപ്പോൾ ആ പ്രതികൂലമായ സാഹചര്യത്തെയും ഇവൻ എന്താക്കി തീർക്കുന്നു? ഫകാന ഖൈറൻ ലഹു, ഖൈറാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് വിശ്വാസിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടാൻ കഴിഞ്ഞ വിശ്വാസിക്ക് മാത്രമേ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ റബ്ബിനെ തൃപ്തിപ്പെടാൻ കഴിയണമെങ്കിൽ ഈ അർത്ഥത്തിൽ റബ്ബിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിർ റസൂല വജബത് ലഹുൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ ഒരാൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾക്ക് ജീവിതം കൊണ്ട് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, എന്ത്? റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിർ റസൂലാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി, പ്രവാചകനായി, ജീവിതത്തിലെ വഴികാട്ടിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരാൾക്ക് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗമുറപ്പാണ്. റബ്ബായിട്ട് അള്ളാഹിനെ തൃപ്തിപ്പെടാൻ കഴിയണം. അള്ളാഹു റബ്ബാന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടാൻ കഴിയാന്നുള്ളതാണ്. അത് മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന് പരമമായ സ്ഥാനം നൽകുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. നാം തൃപ്തിപ്പെടുന്നതോടുകൂടി അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹുവിലേക്ക് സർവാത്മന മടങ്ങാൻ തയ്യാറാവുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുക, മടിക്കാതെ അള്ളാഹുവിൽ സർവാത്മന വിശ്വാസമർപ്പിക്കുക, അള്ളാഹുവിനെ അവലംബിക്കാൻ കഴിയുക, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ തൃപ്തിപ്പെടാൻ കഴിയുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുധാവന ചെയ്യാൻ, അനുസരിക്കാൻ കഴിയുക, അള്ളാഹുവിന്റെ വിരോധങ്ങൾ, അറാമുകൾ, അവൻ വിരോധിച്ച സംഗതികളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുക, അതിന്റെ അടുത്തുപോലും പോകാതിരിക്കുക. ഈ നിലപാടൊക്കെ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് നമുക്ക് നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുക എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. വമൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅഅത ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയാകുക, വെറുക്കുന്നതും അള്ളാഹുവിന്റെ പേരിലാവുക, നൽകുന്നതും അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാവുക, നൽകാതിരിക്കുന്നതും അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായാൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അത്തരം ആളുകളുടെ ഈമാൻ സമ്പൂർണമായി, കാമിലായ ഈമാനിന്റെ വക്താക്കൾ അവരാണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെയാണ് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ലോകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഈ ദീനിന്റെ വിജയത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി, ഈ ദീനിന്റെ വക്താക്കളായി നിലകൊള്ളേണ്ട ആളുകളുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അള്ളാഹു അവരിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകതകൾ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, നിങ്ങൾ ഈ ദീനിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകാൻ തയ്യാറാകാതെ പിൻവാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ മുർത്തദ്ദുകളാവുകയാണെങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹ് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. അള്ളാഹു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമൂഹം ഇപ്രകാരമുള്ളവരാണ്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു ഒരു ഖൗമിനെ കൊണ്ടുവരും. യുഹിബ്ബുഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു. നോക്കണം, വയുഹിബ്ബൂനഹു, അവർ അവനെയും ഇഷ്ടപ്പെടുന്നു. നോക്കൂ, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞില്ല. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, അവർ ആദർശ വിശ്വാസികളോട് സ്വീകരിക്കുന്ന നിലപാട് അത് വിനയത്തിന്റെയും കനിവിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ നിലപാടായിരിക്കുന്നതാണ്. വിനയം കാണിക്കുന്നവരായിരിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, അഇസ്സത്തിൻ അലൽ കാഫിരീൻ,
സത്യനിഷേധികളോട് അല്ലെങ്കിൽ സത്യനിഷേധത്തോടുള്ള അവരുടെ നിലപാട് ശക്തമായ നിലപാടായിരിക്കും. അപ്പൊ സത്യനിഷേധികളോട് പ്രതാപം കാണിക്കുന്നവരായിരിക്കും. വിശ്വാസത്തിൻ്റെതും അവിശ്വാസത്തിൻ്റെതുമായ പ്രശ്നമാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ്, ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ്, സമരം ചെയ്യുന്നവരാണ്, ദീനിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. വലാ യഖാഫുന ലൗമത ലായിം, ദീനിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് ഭാഗത്തു നിന്നുള്ള ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും കളിയാക്കലുകളെയും ഭയപ്പെടാത്ത വകവെക്കാത്ത ആളുകളാണ് അവർ. നോക്കണം, ഇതാണ് അള്ളാഹു ഈ ലോകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന പ്രത്യേകതകൾ. ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അത്തരം ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മേവരെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ, ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.